കീർത്തനരസാസക്താഹി ഭക്താ സക്താഹി യേ ത്വധ്യാന കീർത്തനരസാസക്താഹി ഭക്താജന തേഷ്വേഷാം വസതി സ്ഥിരൈവ ദയിതാ പ്രസ്താവദത്താദര. പഠിച്ചിട്ടുണ്ട് അല്ലെ? ആരാണോ ഭഗവാനെ ധ്യാനിക്കുന്നത്, ഭഗവാന്റെ ഗുണങ്ങളെയൊക്കെ കീർത്തിക്കുന്നത്, അവരുടെ കൂടെ എപ്പോഴും ഐശ്വര്യ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവി ഉണ്ടാവും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഭഗവാനെ ഇത്രയും മനസ്സിൽ വെക്കുന്നവരുടെ കൂടെ ലക്ഷ്മി ദേവി ഉണ്ടാവും ഉറപ്പാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തേ കുചേലന്റെ കാര്യത്തിൽ അത് നടക്കാത്തത്? കുചേലൻ എന്ന് പറഞ്ഞാൽ ദരിദ്രനായിരുന്നു. പണ്ട് പഠിക്കുമ്പോഴും അതെ, അത് കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമം, പണ്ട് ഭിക്ഷ എടുത്തിട്ടാണ് ജീവിച്ചിരുന്നത് കുചേലൻ, സുധാമാവ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, ഭാര്യ ഭിക്ഷയ്ക്കൊക്കെ പോകും. ഇദ്ദേഹം ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ പോയിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അദ്ദേഹം ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചിരിക്കില്ല, ഈ ഭാര്യ ഭിക്ഷാടനമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോ എന്റെ ഇത്രയും ദാരിദ്ര്യം ഭഗവാനെ തന്നെ മനസ്സിൽ കൊണ്ടു നടന്ന ഈ കുചേലന് രാവും പകലെന്ന് പറഞ്ഞ പോലെ ഭഗവാൻ അല്ലാതെ വേറെ ആരുമില്ല മനസ്സില്. എന്തേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അവർക്ക് ഉണ്ടാവാഞ്ഞത്? എന്തേ അവിടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവാഞ്ഞത് എന്ന് നമുക്ക് തോന്നുന്നില്ലേ? പലപ്പോഴും നമുക്ക് അങ്ങനെയാണ്, നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കാര്യമല്ലേ അറിയുള്ളൂ, പൂർവ്വജന്മത്തിലത്തെ കാര്യം അറിയില്ലല്ലോ. നോക്കാം നമുക്ക്. പൂർവ്വജന്മത്തില് ഈ കുചേലൻ നല്ലൊരു ബ്രാഹ്മണനായിരുന്നു. ഇതേപോലെ തന്നെ നല്ല ഭക്തനുമായിരുന്നു അദ്ദേഹം. സദാസമയം പൂജയും ധ്യാനവും ഈശ്വരനിൽ മാത്രമാണ് മനസ്സ് വെച്ചിരുന്നത്. അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചിട്ടും ഭഗവാനെ പൂജിച്ചിട്ടും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചിട്ടും ഒക്കെ ഇരിക്കുന്ന ഈ ബ്രാഹ്മണന്റെ മുമ്പില് ഭഗവാന് വളരെ ഇഷ്ടമായി ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഉപാസനയൊക്കെ. അതുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷമാണ്, വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷമാണ്. അപ്പോ അത്ര നല്ല ഭക്തനായിരുന്നു ഈ സുധാമാവ്. പൂർവ്വജന്മത്തിലും ബ്രാഹ്മണനുമായിരുന്നു. അങ്ങനെ പ്രത്യക്ഷമായപ്പോ വളരെ സന്തോഷമായി. കാരണം തന്റെ ആരാധനാ ദേവനാണ് വിഷ്ണു ഭഗവാൻ. ആ ഭഗവാനാണ് പ്രത്യക്ഷമായിരിക്കുന്നത്. ഞാൻ ഭഗവാനെ ഒന്ന് നന്നായി നോക്കട്ടെ വെച്ചിട്ട് കേശാദിപാദം ഇങ്ങനെ വീക്ഷിക്കുകയാണ് ആള്, ഈ ബ്രാഹ്മണൻ. അപ്പൊ ഇങ്ങനെ നോക്കി ആ ഭഗവാന്റെ ആ കേശഭാരമൊക്കെ നോക്കി, ആ തിരുമുടിക്കേട്ട്, അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ആ നെറ്റിത്തടം, അതിലുള്ള ഗോപിക്കുറി, ആ എന്തൊരു രസ, ഭഗവാന്റെ ആ പുരികക്കൊടികള്, ഭഗവാന്റെ കണ്ണ്, ഭഗവാന്റെ മൂക്ക്, ഭഗവാന്റെ കവിൾത്തടങ്ങള്, ഭഗവാന്റെ കുണ്ടലങ്ങള്, അതുപോലെ തന്നെ ഭഗവാന്റെ ചുണ്ട്, ഭഗവാന്റെ താടി, ഭഗവാന്റെ കഴുത്തില് ഭഗവാന്റെ വക്ഷസിലാണെങ്കിൽ എന്ത് ശ്രീവത്സം എന്നുള്ള മറുക്, ഇതൊക്കെ ആളിങ്ങനെ നോക്കി, ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് വരികയാണ്. നോക്കിക്കൊണ്ട് മാറിടത്തിൽ എത്തിയപ്പോ, വക്ഷത്തിന്റെ തൊട്ട് താഴ്ത്തിയപ്പോ ചിരിച്ചും കൊണ്ടിരിക്കുന്നു ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി ഭഗവാന്റെ വക്ഷസിലല്ലേ, ഭഗവാന്റെ ഹൃദയ, ഇവിടെ തന്നെയാണല്ലോ ഭഗവാൻ സ്ഥാനം കൊടുത്തിരിക്കുന്നത്, വക്ഷസിലാണല്ലോ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ലക്ഷ്മി ദേവിക്ക്. അപ്പൊ ലക്ഷ്മി ദേവി ചിരിച്ചിരിക്കണം കേട്ടോ. ഇത് കണ്ടപ്പോ ദേഷ്യം, ദുഷ്ടേ, എല്ലാ അനർത്ഥത്തിനും കാരണം നീയല്ലേ, എനിക്ക് നിന്നെ കാണുക വേണ്ട, പൊയ്ക്കോ എന്റെ ഭഗവാന്റെ അടുത്തു നിന്ന് എന്ന് വളരെ ചുകുപ്സയോടുകൂടി, വെറുപ്പോട് കൂടിയിട്ട്, അനാദരവോട് കൂടിയിട്ട് നോക്കുകയും സംസാരിക്കുകയും ചെയ്തു. ലക്ഷ്മി ദേവി വിടോ? ഓഹോ, ഇത്രയ്ക്കൊക്കെ ആയോ, എന്നാ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കാന്ന് ലക്ഷ്മി ദേവി മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ആ ഭഗവാനെ പൂർണ്ണമായിട്ട് നോക്കി ആസ്വദിച്ചപ്പോൾ ലക്ഷ്മി ദേവിയെ വളരെ വെറുപ്പോട് കൂടിയും അതുപോലെ തന്നെ അനാദരവോട് കൂടിയിട്ടും ഈ ബ്രാഹ്മണൻ കണ്ടു. ഇതായിരുന്നു കാരണം. അടുത്ത ജന്മത്തിൽ നിന്നെ ഞാൻ ശരിയാക്കാവുന്ന ആര് വെച്ചു? ലക്ഷ്മി ദേവി വിചാരിച്ചു. അടുത്ത ജന്മത്തില് ഈ ബ്രാഹ്മണൻ കുചേലനായിട്ട് ജനിച്ചു. കുചേലനായി ജനിച്ചപ്പോഴും മനസ്സിൽ എന്തുണ്ട്? ഭക്തിയുണ്ട്. ഭഗവാനിൽ തന്നെയാണ് ഭക്തി. ആ ഭഗവാനെ നല്ല ഭക്തിയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഈ ജന്മം കഴിഞ്ഞത്. ദാരിദ്ര്യം നല്ലോണം അനുഭവിച്ചെങ്കിലും അതൊരു പ്രശ്നേ ആയിരുന്നില്ല കുചേലിനെ സംബന്ധിച്ചിടത്തോളം. ഭാര്യയും കുട്ടികളൊക്കെ വിഷമിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയണില്ല. കുചേലിനെ ദാരിദ്ര്യം വിഷമിപ്പിച്ചിട്ടില്ല. കാരണം മനസ്സ് എപ്പോഴും ഭഗവാനിലായത് കാരണം ആനന്ദം എന്നും അനുഭവിച്ചിരുന്നു. ഇദ്ദേഹം ആനന്ദം നന്നായിട്ട് അനുഭവിച്ചിരുന്നു. ഒരു കംപ്ലൈന്റും പറയാൻ വന്നിട്ടില്ലല്ലോ. കംപ്ലൈന്റ് ഇവർക്കായിരുന്നല്ലോ അവസാനമായപ്പോഴത്തേക്കും. അപ്പൊ ഇതാണ് കാരണം. അപ്പൊ ഭഗവാൻ അറിയാം. ഭഗവാനാണെങ്കിൽ ഭക്തന്മാരോടുള്ള കാരുണ്യം എത്രയാന്ന് അറിയാലോ.
ഭഗവാൻ എന്നിങ്ങനെ വിചാരിക്കും, എന്താ ഈ ലക്ഷ്മി ദേവി ഒന്ന് പോവാത്ത എന്റെ ഭക്തന്റെ അടുത്തേക്ക്, എന്തിനാ എന്റെ ഭക്തനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഭക്തന് കഷ്ടമല്ലെങ്കിലും ആ കുടുംബം ഇങ്ങനെ കഷ്ടപ്പെടല്ലേ, ഭക്തന്റെ കുടുംബം. എന്റെ ഭക്തന്റെ അടുത്തേക്ക് പോവാൻ എന്താ ഇവൾക്ക് ഇത്ര പ്രയാസം? ഇനിയും ഇവളുടെ വൈരാഗ്യം തീർന്നിട്ടില്ലേ മനസ്സിലെന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കണം. അനങ്ങില്ല, ലക്ഷ്മി ദേവി അനങ്ങിയില്ല, പോയനില്ല. അതിന് ഇന്നാ ഞാനൊരു പാഠം പഠിപ്പിക്കാന്ന് വിചാരിച്ചിട്ടത്രേ ഭഗവാൻ ഒരു പിടി അവിലങ്ങോട്ട് വാരി കഴിച്ചിട്ട് അടുത്ത പിടിയും വാരാൻ പോയത്. അടുത്ത പിടി വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തന്നെ ഞാൻ എന്റെ ഭക്തന്റെ വീട്ടിലേക്ക് അയച്ചോളാം പണിയെടുക്കാൻ. ആഹാ, എന്റെ ഭക്തന്റെ അടുത്തേക്ക് പോവാൻ ഇത്രയും കാലതാമസം നീ എടുത്തില്ലേ, ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് ഭഗവാൻ വിചാരിച്ചു അത്രേ ലക്ഷ്മി ദേവിയോട്. അതിനാണ് ഭഗവാൻ രണ്ടാമത്തെ പിടി വാരിയത്. അപ്പോഴേക്കും പിടിച്ചു ലക്ഷ്മി ദേവി. മതി 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 പറഞ്ഞിട്ട് ലക്ഷ്മി ദേവി ആ കരം, രുക്മിണി ദേവി തന്നെയാണ് കേട്ടോ ലക്ഷ്മി ദേവി, രുക്മിണി ദേവി കരം പിടിച്ചു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അങ്ങോട്ട് പോണ്ടി വന്നിരുന്നു പണിയെടുക്കാൻ. ഭഗവാൻ ഭക്തന്മാരോട് അത്ര കാരുണ്യാണ്. ഭഗവാൻ ഭക്തന്മാരോട് അത്ര കാരുണ്യാണ്. അപ്പൊ ഈ കുചേലൻ ഇത്രയും കഷ്ടം അനുഭവിക്കാനുള്ള കാരണം ഇതായിരുന്നു. നമ്മൾ പറയില്ലേ, എത്ര നല്ല ആൾക്കാർ എന്തായാലും ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നതെന്ന് ചോദിക്കില്ലേ? എനിക്ക് ഇപ്പോഴത്തെ കാര്യമല്ലേ അറിയുള്ളൂ. മുമ്പിലത്തെ ജന്മത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുചേലൻ. അനുഭവിക്കുകയായിരുന്നു ഈ ജന്മം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ. ഇനി കഥയൊക്കെ ഇത്രയേ ഉള്ളൂ. കുചേല വൃത്തം നമ്മൾ കുറെ കാലം കൊണ്ട് കേൾക്കുന്നതാണ്. കുട്ടികളാവുമ്പോ സ്കൂളിൽ തൊട്ട് പഠിച്ചു വന്നതാണ് നമ്മള്. കഥയുടെ ഉള്ളിലെ കഥ എന്താന്ന് നമുക്ക് കേൾക്കാം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കഥ അവിടെ പെട്ടോളൂ, കഥ കേട്ടോളൂ, വിട്ടോളൂ, അതിലൊന്നും കാര്യമില്ല. ആ കഥയിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്, നമുക്ക് കിട്ടുന്ന തത്വം എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉപാസകരായിട്ടുള്ള നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ നേടേണ്ടത്. അത് നമുക്ക് നോക്കാം. ഈ കഥ മുഴുവൻ നമ്മളിപ്പോ കേട്ടു 2 ദിവസമായിട്ട്. ഇതിലെ കാതലായ ഭാഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിലാണ്. എന്താണ്? അവില്. അവിലാണ് ഇതിന്റെ കാതലായ ഭാഗം. അവില് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാണ്. അവില് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാണ്. അവിലൊരു കിഴിയിലാണ് കൊണ്ടുപോയത് അല്ലെ? ഒരു കിഴിയൊക്കെ കെട്ടിയിട്ടാ കൊണ്ടുപോയത്. ആ കിഴി എന്താ അറിയോ? നമ്മുടെ ശരീരം. കിഴി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം. അപ്പോ അവിലാകുന്ന മനസ്സ് ആ അവില് കിഴിയാകുന്ന ശരീരത്തിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾക്ക് ഭഗവാന് കൊണ്ട് കൊടുക്കാനുള്ളത്. നമ്മളിത് കൊണ്ടുപോയിട്ട് ഭഗവാന് കൊടുക്കണം. ഈ അവില് എങ്ങനെ ആവണതെന്ന് അറിയുമോ? അവില് ആദ്യം നെല്ല് പുഴുങ്ങ അല്ലെങ്കിൽ കുതിർക്കുകയൊക്കെ ചെയ്യണം അല്ലെ? വേവിക്കും, നെല്ല് വേവിക്കും, അല്ലെങ്കിൽ നെല്ല് കുതിർക്കും എന്ന് പറയാം. ആ വേവിക്കുന്ന എന്തിനാ? അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. കുതിർത്ത ശേഷം നല്ലോണം ഇടിക്കും. ഇടിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിനെ അവിലായി കിട്ടുന്നത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മനസ്സിനെയും കുതിർക്കണം. മനസ്സിനെ എങ്ങനെ കുതിർക്കും? മനസ്സിനെ കുതിർക്കാനാണ് സത്സംഗങ്ങളിൽ പോകുന്നത്. സത്സംഗങ്ങളിൽ പോയിട്ട് ജ്ഞാനത്തിൽ കുതിർക്കണം മനസ്സിനെ. സത്സംഗങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് എന്ത് വേണം? ജ്ഞാനത്തിൽ കുതിർക്കണം മനസ്സിനെ. അങ്ങനെ ജ്ഞാനത്തിൽ കുതിർത്തിട്ടോ ഇടിക്കണ്ടേ? എങ്ങനെ ഇടിക്കും? നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് ഇടിക്കണം. ധാരാളം നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് മനസ്സ് ഇടിക്കണം. പിടികിട്ടിയോ? അപ്പോ സത്സംഗങ്ങളിൽ പോയി മനസ്സിനെ ജ്ഞാനത്തിൽ കുതിർത്ത് നാമസങ്കീർത്തനം കൊണ്ട് ഇടിച്ച് അതിനെ ശുദ്ധമായ അവിലാക്കുക. അതിനെ ശുദ്ധമായ അവിലാക്കുക. ഈ അവില് വേണം ആർക്ക് നമുക്ക് കൊടുക്കാനായിട്ട്? ഭഗവാന് കൊടുക്കാനായിട്ട്. ശരി, എന്റെ അവിലൊക്കെ റെഡി ആയി എന്നിരിക്കട്ടെ, ഞാൻ ഭഗവാന് കൊടുക്കേണ്ട ആവശ്യം വരില്ല. പിന്നെയോ ഭഗവാൻ അത് ഇങ്ങോട്ട് കയറി പിടിക്കും. ഭഗവാൻ ഇങ്ങോട്ട് ചാടി പിടിച്ചോളും. ഞാൻ പോയി കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. കുചേലൻ കൊടുത്തു അവില്? കൊടുത്തില്ലല്ലോ. ഭഗവാൻ ചാടി കയറി പിടിക്കല്ലേ ചെയ്തത് അവില്? ഇതേപോലെ എപ്പോഴാണോ നമ്മളുടെ മനസ്സ് പരമ പവിത്രമാവുന്നത്,
ശുദ്ധമാവുന്നത്. എങ്ങനെ ശുദ്ധമാക്കണം? സത്സംഗങ്ങളിൽ കൂടെ പോയി ജ്ഞാനത്തിൽ കുതിർത്ത നാമസങ്കീർത്തനം കൊണ്ട് ഇടിച്ച് ശുദ്ധമായ അവിലായി കഴിഞ്ഞാൽ ഈ മനസ്സിലേക്ക് ആര് കടന്നു വരും? ഭഗവാൻ കടന്നു വരും. ഈ മനസ്സ് ആരുടെ കയ്യിലാവും? ഭഗവാന്റെ കയ്യിലാവും. ആരാണ് ഭഗവാൻ? സച്ചിദാനന്ദ കട്ട, സച്ചിത് ആനന്ദം. ആ സച്ചിദാനന്ദ കട്ടയുടെ കയ്യില് നമ്മുടെ മനസ്സ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തേ അനുഭവിക്കുള്ളൂ? സച്ചിദാനന്ദം. നമ്മൾ സച്ചിദാനന്ദം അനുഭവിക്കുള്ളൂ. ദുഃഖസ്പർശമില്ലാത്ത ആനന്ദം സദാ അനുഭവിക്കാൻ നമുക്കും സാധിക്കും. കാരണം നമ്മളുടെ മനസ്സ് സച്ചിദാനന്ദത്തിൽ മുങ്ങിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളാണ്. ദുഃഖം എങ്ങനെയാ വരുന്നത്? നമ്മുടെ മനസ്സിന്റെ വികാരമാണ്. ശോകം മനസ്സിന്റെ വികാരം, മോഹം മനസ്സിന്റെ വികാരം, കാമം മനസ്സിന്റെ വികാരം, എല്ലാം മനസ്സിന്റെ വികാരങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ മനസ്സ് ആ സച്ചിദാനന്ദ കട്ട കയറി പിടിച്ചു കഴിഞ്ഞാല് പിന്നെ എന്തായിരിക്കും നമ്മൾ അനുഭവിക്കുക? സച്ചിദാനന്ദം മാത്രം. ശീലൻ അനുഭവിച്ചിരുന്ന പോലെ നമ്മളും ആ സച്ചിദാനന്ദം മാത്രമേ അനുഭവിക്കൂ. ഇതിനായിരിക്കണം നമ്മുടെ ശ്രമം. അല്ലാതെ കുചേലവൃത്തൊക്കെ എത്ര കാലായി കേൾക്കണു, എല്ലാ പ്രാവശ്യവും പോകും, എല്ലാ സത്സംഗിലും പോകും, എല്ലാ സപ്താഹത്തിലും പോകും. ആ കുചേലവൃത്തൊക്കെ കേൾക്കും, അവലൊക്കെ മേടിച്ച് കഴിക്കുകയൊക്കെ കഴിഞ്ഞു വന്നു. നമ്മൾ അങ്ങനെ ആവരുത് കേട്ടോ. നമ്മൾ ഇതിന്റെ തത്വം മനസ്സിലാക്കിയിട്ട് നമ്മുടെ അവല് ശുദ്ധമാക്കിയിട്ട് ഇവിടെ വെക്കാതിരിക്കാൻ ഭഗവാൻ ഇങ്ങോട്ട് വന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭഗവാൻ കീറി പിടിച്ചു. അവൻ അത്ര ഇഷ്ടം. എങ്ങനെയാണോ ഒളിപ്പിച്ച് വെച്ചിട്ട് പോലും തട്ടിപ്പറിച്ചെടുത്തത് അവല്, അതേപോലെ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ഭഗവാൻ ചാടി പിടിച്ചെടുക്കും. ഭഗവാന്റെ കയ്യിൽ മനസ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ സേഫായി. ഈ മനസ്സ് നമ്മുടെ അടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കുഴപ്പം. വേണ്ടതും വേണ്ടാത്തതും കുശുമ്പും ഷഡ്വൈരികളും എല്ലാം ഇതിന്റെ ഉള്ളിൽ കയറി കിടന്ന് കളിക്കുന്നത് എന്തുകൊണ്ടാ? ഇത് നമ്മൾ വെച്ചിരിക്കുന്നോണ്ടാ. ഇത് വൺസ് ഭഗവാന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സന്തോഷമായി നമുക്ക്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ മനസ്സിനെ ശുദ്ധമായ അവിലാക്കി ഭഗവാന് നേദിക്കാൻ പാകത്തിന് റെഡിയാക്കി വെക്കുക. നാളെയാണ് കുചേല ദിനം. എല്ലായിടത്തും അവിൽ നിവേദ്യം വളരെ എന്താ പറയാ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തൊട്ട് തന്നെ